Good morning to all of you. കുറച്ചുകൂടെ ആരോഗ്യമാവാം. Yes, that's better. ചോദിച്ചോളൂ. വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിന് വരാൻ പറ്റിയതിൽ. ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി എല്ലാ പ്രാവശ്യം ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാർച്ച് മാസം ഒരു ഫസ്റ്റ് വീക്ക് ആകുമ്പോൾ ഒരു 8-ാം തീയതി 10-ാം തീയതി കഴിയണ വരെ ഐ എം ലൈക്ക് റിലേറ്റീവ്ലി അറ്റൻഡിങ് ടു മെനി ഇവൻറ്റ്സ്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം സമൂഹ മാധ്യമത്തിൽ സ്ത്രീകൾക്ക് ഇത്രമാത്രം എന്താ പറയുക, സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലേ? സോ ആ സമയത്ത് നിങ്ങളും ഞാനും എല്ലാം ഒരുപോലെ പല രീതിയിലുള്ള യുദ്ധങ്ങൾ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഞാനൊരു ഭാഗമാകാൻ പറ്റുക, അപ്പോൾ അതിലേക്ക് എന്നെ ക്ഷണിക്കുക. അപ്പോൾ ഇതൊക്കെ ആലോചിക്കുമ്പോൾ എന്നും കൃതജ്ഞതയോടുകൂടി ഭാഗ്യമായിട്ടാണ് ഞാനത് കരുതുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ഇങ്ങനെ 1-2 ദിവസങ്ങളിൽ മാത്രം ഒതുക്കിക്കൂടേണ്ടതല്ല നമ്മളെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, നമുക്ക് തന്നെ അറിയാം. പക്ഷെ നമുക്കതങ്ങ് വിട്ടുകൊടുക്കാം. We know everything. നമുക്കത് ഇനിയിപ്പോൾ it's not a big deal. കാരണം you don't need one day to celebrate yourself. You just need every single moment to be grateful and to understand how precious you are on this earth. So coming back to the point, ഞാൻ എനിക്ക് കുറച്ച് പരിചയമുള്ള കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് മേഴ്സി മാമിനോട് അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. ഞാൻ വർഷാവർഷങ്ങളിൽ 2-3 പ്രാവശ്യം മീറ്റ് ചെയ്യുന്നവരാണ് അവരെ. എല്ലാ വൈകുന്നേരങ്ങളിൽ വെച്ചാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ പാട്ടും ഡാൻസും തമാശയും വഴക്കടിക്കലും എല്ലാം ആ സമയത്താണ്. പക്ഷെ ഇപ്പം ആരുമില്ല. ആ ഏജ് അവർ കൊച്ചുകുട്ടികളാണ്. അപ്പം അവർ ആരും ഇവിടെ വരണ്ട. അവരെല്ലാവരും പെൺകുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് വരാമല്ലോ. വേറെ വിഭാഗം നമുക്ക് അവരൊരു ഓർഫനേജിലെ കുട്ടികളല്ലേ, അപ്പോൾ അവരങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു ഉത്തരം മേഴ്സിമാനം തരില്ല. കാരണം ആ കടമ നമ്മൾ കടന്നിരിക്കും, അല്ലേ? ഒരു ബാരിയേഴ്സ് നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. സോ നെക്സ്റ്റ് ഇയർ ഐ തിങ്ക് ദിസ് ടൈം യു വിൽ ട്രൈ ഫോർ ഇറ്റ്. Is that a promise? We know each other for how many years now? 5 വർഷം. Yeah. അപ്പോൾ അടുത്ത വർഷം എനിക്ക് വേണ്ടി I will work with you. കാരണം അതൊരു കാരണമാക്കിയിട്ട് അവരെ ഒരു സന്തോഷത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് വിൽ ട്രൈ ഫോർ ഇറ്റ്. യാ, ശരി, എന്നാൽ തുടങ്ങാം. ലൈവ് ഷൂട്ട് ചെയ്യുവാണോ? സംസാരിച്ചു തുടങ്ങാം. ചോദിച്ചോളൂ. മൈക്ക് റെഡി. Hi ma'am. Hello. Hi. എൻ്റെ പേര് പ്രണീത. Yeah. So ma'am ഒരു ബിസിനസ് വുമൺ കൂടി ആയതുകൊണ്ട് I have a question for you. ഏതെങ്കിലും ഒരു ബിസിനസ് വുമൺ, ഓക്കെ, ഒരുപക്ഷെ ഒരു നാടിനെ തന്നെ ഭരിക്കാനായിട്ട് ഒരു കഴിവുള്ള ഒരു സ്ത്രീ ആയിരിക്കാം. ബട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഷീ ഡിസൈഡ്സ് ടു പ്രയോറിറ്റൈസ് ഹർ ഫാമിലിയിലേക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് വിചാരിക്കണം. ആൻഡ് ഫൈനലി ആ ബിസിനസ് എന്നുള്ളൊരു സ്വപ്നം വിടുകയാണ്. അങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്ന ഒരു സ്ത്രീയോട് മാമിന് എന്ത് ഉപദേശമായിരിക്കും കൊടുക്കാനുള്ളത്? ബിക്കോസ് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് സ്നേഹിക്കാൻ ഒത്തിരി കഴിവുള്ളത് കൊണ്ട് മാത്രമാണ്. അത് സ്വയം ഭാവിയെ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിർത്തുന്ന ഒരു അവസരത്തിലോട്ട് വരുന്നത് ആ ഒരു പോസിറ്റീവ് കഴിവുള്ളതുകൊണ്ടാണ്. സോ മാമിന് എന്തായിരിക്കും അങ്ങനെ ഡിസിഷൻ എടുത്തിരിക്കുന്ന ഒരു വുമണിനോട് പറയാനുള്ളത്? അറ്റ് ദി എൻഡ്, ഇപ്പൊ ഇന്നത്തെ സാഹചര്യത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഇന്ന് ചിലപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് മോശമായിരിക്കാം എന്ന് വിചാരിച്ച് നാളെ നമുക്ക് സാഹചര്യം മോശമാവണമെന്നില്ല. നാളെ തിങ്സ് ക്യാൻ ബി ബ്യൂട്ടിഫുൾ, തിങ്സ് ക്യാൻ ബി വെരി കോംപ്ലിമെന്റിങ്, തിങ്സ് ക്യാൻ ബി വെരി സപ്പോർട്ടീവ്. അപ്പൊ ആ സമയത്ത് പ്രോബബ്ലി ഇന്ന് നിങ്ങൾ ചെയ്യുന്നതിന് നമ്മളെല്ലാവരും, അല്ലേ,
ഇത് ജനറലൈസ് ചെയ്ത് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് എന്നതിൽ മാറ്റി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വപ്നങ്ങൾ പലപ്പോഴും പല പ്രാവശ്യമായി പല ആവശ്യങ്ങൾക്കായി പലവർക്കായി പല സാഹചര്യങ്ങൾക്കായി പല ബന്ധങ്ങൾക്കായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? വെൽ സി എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കിപ്പം എൻ്റെ സ്വപ്നമാണ് വലുത്, ഞാൻ എൻ്റെ സ്വപ്നം മാത്രം മുൻകണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ലാതെ എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, എൻ്റെ കുടുംബമാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ പോയി കീഴടക്കണം, പക്ഷെ എൻ്റെ കുടുംബത്തിൻ്റെ പുറകിൽ നിർത്തിക്കൊണ്ടാവരുത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സോ ദിസ് ഓൾ കംസ് ഡൗൺ ടു വൺ പോയിന്റ്. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, നമ്മൾക്ക് എന്ത് സന്തോഷം തരുന്നു, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം സമൂഹത്തിൽ ഇതിനു മുന്നേ പലവരും എന്തെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ഒരു മാനദണ്ഡം സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടത് എന്നതായിരിക്കും സമൂഹം നമ്മുടെ അടുത്ത് നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ അതിലെല്ലാത്തിനും ഉപരി എവ്രി പേഴ്സൺ, എവ്രി സിംഗിൾ വുമൺ, എവ്രി സിംഗിൾ മാൻ, എവ്രി സിംഗിൾ ചൈൽഡ് എല്ലാവരും അവരുടേതായ ഡിഫറെൻ്റ് ആണ്. ദർ യുണീക്ക്, ദർ ഡിഫറെൻറ്റ്. ഞാനും നിങ്ങളെല്ലാവരും തമ്മിൽ, നമ്മളെല്ലാവരും സ്ത്രീകളാണെങ്കിൽ പോലും വി ആർ ഓൾ ഡിഫറെൻറ്റ് ആർ വി. നമ്മുടെ സ്റ്റോറീസ് വേറെയാണ്, നമ്മുടെ കഥകൾ വേറെയാണ്, നമ്മുടെ സാഹചര്യങ്ങൾ വേറെയാണ്, നമ്മുടെ വികാരങ്ങൾ വേറെയാണ്. സോ നമ്മൾ എന്ന വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ സ്വപ്നം ആ സമയത്ത് ശരി, എനിക്ക് ആ ബിസിനസ് ചെയ്ത് ആ ബിസിനസ്സിനെ അതിജീവിച്ച് എനിക്ക് അതിനകത്ത് കോൺകർ ചെയ്യണം എന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടാക്കാം. പക്ഷെ അന്നത്തെ ആ സാഹചര്യത്തിൽ പ്രോബബ്ലി നിങ്ങളുടെ കുടുംബത്തിനാണ് നിങ്ങളുടെ ആവശ്യം കൂടുതൽ വേണ്ടത്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ പുറകിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ബിസിനസ് നിങ്ങൾ പോയി ആ ബിസിനസ് കോൺകർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വെൻ യു ട്രാവൽ യുവർ പാത്ത് ടുവേർഡ്സ് കോൺകറിങ് യുവർ ഡ്രീംസ്, വിൽ യു ബി ഹാപ്പി? ഇഫ് യു ആർ ഹാപ്പി, അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ്. പക്ഷെ അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ ഒരു ഗിൽറ്റുണ്ട്, വല്ലാത്തൊരു ഗിൽറ്റുണ്ട്, ഒരു വിഷമമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനുള്ളൊരു ഉത്തരവുണ്ടല്ലോ. വൈ ആർ യു ഫീലിംഗ് സാഡ്? അങ്ങനെ നമ്മൾ സ്വപ്നം, എനിക്ക് ബിസിനസ് ചെയ്യണം, പക്ഷെ എൻ്റെ ഫാമിലി എനിക്കൊരു തടയായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്തായാലും ബിസിനസ് ചെയ്യാൻ പോവാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഒരു തരി പോലും വിഷമമോ ഗിൽറ്റോ ഉണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങളുടെ ഉത്തരവുണ്ടല്ലോ. എന്നാൽ ശരി, ഐ തിങ്ക് ദിസ് പോകാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡു ദാറ്റ്. സോ ഇതിന് ഒറ്റ കാര്യമുള്ളൂ, വാട്ട് എവർ കീപ്സ് യു ഹാപ്പി. നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ വി ഹാവ് സംതിങ് കോൾഡ് എൻ ഇൻറ്റ്യൂഷൻ, വി ഹാവ് എൻ ഇന്നർ സെൽഫ്, വി ഹാവ് എ ഹയർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കുക, ലൈക്ക് ഇസ് ദിസ് മേക്കിംഗ് മീ ഹാപ്പി? ഇതെനിക്ക് സന്തോഷം തരുന്നൊരു കാര്യമാണോ? നമുക്ക് ആ ചിന്ത വരുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ ആ ഇമോഷൻ വരും. സോ go by your emotion. I go by my emotion. That is what I believe in. But പ്രണീത ചോദിച്ചതുപോലെ ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ആസ്ക് യുവർ സെൽഫ്, ഡോണ്ട് ആസ്ക് എനിവൺ അറൗണ്ട്. ചുറ്റുമുള്ള കാര്യങ്ങൾ, എല്ലാവരും പറയുന്ന അഭിപ്രായങ്ങളൊക്കെ കേൾക്കുക, അത് മനസ്സിലാക്കുക, അത് അഡ്രസ് ചെയ്യുക. പക്ഷെ ആസ്ക് യുവർ സെൽഫ്, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു വാണ്ട്? What makes you happy? കാരണം എന്തൊക്കെ ചെയ്താലും if you are not happy, no one around you will be happy. You can't keep anyone happy around you. You can't do anything that makes you happy. You have to be happy with self. That is what I personally feel. I can be right, I can be wrong. പക്ഷെ എൻ്റെ ഒരു ജീവിത എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എന്താണോ ഫോളോ ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. I'm eager to know what you would want to tell me and you would tell me. I'm eager to learn. Come on women. ഇതൊരു തമാശയ്ക്ക് എല്ലാവരും പറയാറുണ്ടല്ലോ, ഗൂഗിൾ മസ്റ്റ് ബി എ വുമൺ ബിക്കോസ് ഷീ ഹാസ് ആൻസേഴ്സ് ടു എവറിഥിങ് എന്ന് പറഞ്ഞാൽ. We know everything and we have questions for everything, we have answers for everything. Come on, shoot it. സീരിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, വീട്ടുവിശേഷങ്ങൾ ചോദിക്കും. ഇനി കേൾക്കാം ചോദ്യങ്ങൾ. വീട്ടുവിശേഷം എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. നോക്കാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
Good morning, ma'am. ഗുഡ് മോർണിംഗ്. My name is Roshna. പറയൂ റോഷൻ. ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റൻ ഒന്നുമല്ല, ജസ്റ്റ് ഞാൻ ചോദിക്കുവാണ്. ലൈക്ക് യൂഷ്വലി എവ്രി വൺ സേസ് ദാറ്റ് വി ഷുഡ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ഗേൾ ആൻഡ് ബോയ്. ബട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ എല്ലാവരും പറയും 6 മണിയാകുമ്പോഴേക്കും പെൺപിള്ളേരെല്ലാവരും വീട്ടിലേക്ക് കയറണം. പിന്നെ വീട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാവർക്കും പേടിയായിരിക്കും. അശോ എൻ്റെ കുട്ടി എങ്ങാട് പോയി, എപ്പോൾ വരും, എന്ത് സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ ചിലവർ പറയും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, പേടിക്കണ്ട, എല്ലാവരും ഈക്വൽ ആണ്. ജസ്റ്റ് അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ, പേടിക്കണ്ട, കുട്ടികൾ സേഫ് ആയിരിക്കും. അത് പറയാനും കേൾക്കാനും നല്ല രസമായിരിക്കും. ബട്ട് ആസ് എ പാരൻറ്റ് വാട്ട് യു തിങ്ക്? ലൈക്ക് ഇഫ് യു ഹാവ് എ ഗേൾ ചൈൽഡ്, നിങ്ങൾ എപ്പോഴും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമോ ഗേൾ ഓർ എ ബോയ്? ഐ ബിലീവ് ആസ് എ ഗേൾ വി ക്യാൻ ഡു ഈച്ച് ആൻഡ് എവറിഥിങ് ഇഫ് യു ഹാവ് എ മൈൻഡ് സെറ്റ്. But I think that as my experience, I am from UP. My mom and dad are there. I'm doing my graduation. So even one daily inquiry 15 to 10 calls mummy തരും. ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയോ, കോളേജിലെത്തിയോ, ഫുഡ് കഴിച്ചോ. നമ്മളൊരു ടൈമിൽ ഫ്രസ്ട്രേറ്റ് ആയിപ്പോവും. ഞാനൊരു NCC കാഡറ്റും കൂടിയാണ്. ഞാൻ വരുമ്പോഴേക്കും ലേറ്റായി പോവും. അപ്പോൾ എന്നോട് മമ്മി ഒച്ചെടുക്കും, എന്താടി നീ വിളിക്കായിരുന്നേന്ന്. ബട്ട് ഐ നോ ടു കൺട്രോൾ മൈസെൽഫ്. ദാറ്റ് മൈ പാരൻസ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്. സോ വാട്ട് ഈസ് യുവർ സജഷൻ ടു എവ്രി വൺ, ഓൾ ദി ഗേൾസ് സിറ്റിംഗ് ഹിയർ? ഹൗ ഷുഡ് they take their family in future? Because we are the person who have to change the coming generation. So what we think, that is going to make our future. So ma'am, what is your suggestion? Sorry, I didn't get your name. Can you give me? Roshna. Roshna. Do you like Kerala? Yeah, it's fine. It's fine. Isn't it beautiful? It's beautiful. Okay, please sit down. Well, ഒരു അമ്മ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം ഉത്തരം പറയാം. റോഷൻ, I understand you don't follow the language, അല്ലേ? You don't follow Malayalam, is it? Do you understand? Okay, can I speak in Malayalam, please? Okay. സോ ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ഞാൻ ഇവിടെ പറയുന്നതിനുമായി ചേർന്ന് അമ്മമാര് ഓക്കെ പറയും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും സമയത്തിന് വീട്ടിലെത്തിയില്ലെങ്കിൽ നെഞ്ചിൽ തീയാണ്. അതിനിപ്പോ പെൺകുട്ടി ആയതുകൊണ്ട് കൂടുതൽ എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ അതിപ്പോ ആണാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും സമയത്തിന് വിളിച്ചില്ലെങ്കിലോ സമയത്തിന് വന്നില്ലെങ്കിലോ നമുക്ക് ഉള്ളിലുണ്ടാവുന്ന ആദി എന്ന് പറയുന്നത് അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ സമൂഹ മാധ്യമത്തിൽ കൂടുതലും പെൺകുട്ടികളെ കുറിച്ചാണ് സംസാരിക്കപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും അങ്ങനെ വേണം, കാരണം അത് അത്യാവശ്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഐ നോ എ ലോട്ട് ഓഫ് ഇത് എനിക്കിവിടെ ഒരു വേദി കിട്ടണമെന്ന് ഞാൻ പറയണം. എനിക്കറിയാം ഇഷ്ടംപോലെ ആൺകുട്ടികളെ എനിക്കറിയാം, അവർക്ക് പോലും ഇന്ന സമയത്തിനുള്ളിൽ പുറത്തു പോകാൻ പേടിയുള്ള ആൺകുട്ടികളെ എനിക്കറിയാം. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഇതൊരു ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദിസ് ഇസ് നോട്ട് അബൌട്ട് എ മാൻ ആൻഡ് എ വുമൺ. This is not about gender. This is about using your power, your physical strength over a person who is less stronger. അതൊരു ഫാക്റ്റാണ്, ശരിയല്ലേ? നമ്മൾ ഒരാളെ ഉപദ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്, അതൊരാണാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് നമ്മുടെ ഒരു ഫിസിക്കൽ സ്ട്രെങ്തിന്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. ഓക്കെ. പിന്നെ ബൈ ആൻഡ് ലാർജ് കണ്ടീഷനിങ്, സൊസൈറ്റിയിലെ കണ്ടീഷനിങ് വെച്ചിട്ട് സ്ത്രീകൾ കുറച്ചുകൂടെ ലെസ് ഫിസിക്കലി സ്ട്രോങ് അല്ല, അവർ കുറച്ചുകൂടെ ഡോമിനൻ്റ് ആണ്, കുറച്ചുകൂടെ സപ്രസ്ഡ് ആണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് പവർ ഉള്ളവർ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവർ അല്ലെങ്കിൽ സ്ട്രെങ്ത് ഉള്ളവർ വിൽ യൂസ് ഇറ്റ് അഗൈൻസ്റ്റ് ദ ലെസർ സ്ട്രോങ്ങർ പീപ്പിൾ. അത് ഒരു ഫാക്റ്റ് ആയിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ മെയിൻ ഇഷ്യൂ. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു ഡേ ടു ഡേ അവർ ഫൈറ്റ് ചെയ്യുന്ന, അവർ നേരിടേണ്ടി വരുന്ന ഓരോ ക്വസ്റ്റ്യൻസ്, അതിപ്പോൾ വീട്ടിൽ നിന്നാകാം, കോളേജിൽ നിന്നാകാം, സുഹൃത്തുക്കളുടെ നിന്നാകാം, സൊസൈറ്റിയിൽ നിന്നാകാം. ഇതൊരു കണ്ടീഷൻ സൊസൈറ്റിയാണ്. കുറേ കാലങ്ങളായിട്ടാണ് ഇത് നമ്മളിവിടെ വന്ന് എത്തിയിരിക്കുന്നത്. സോ റോഷനിയുടെ അമ്മയോട് ചോദിച്ചാൽ അറിയാം, ഇന്ന് റോഷനിക്കുള്ള സ്വാതന്ത്ര്യം പ്രോബബ്ലി റോഷനിയുടെ അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല. Am I right or wrong?
റൈറ്റ് അല്ലെ? എനിക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ഐ എം നോട്ട് ഫൈറ്റിംഗ് ആസ് മെനി ബാറ്റിൽസ് ദാറ്റ് മൈ മദർ ഫോട്ട്. ശരിയല്ലേ? നമ്മുടെയൊക്കെ അമ്മമാര്, നമ്മുടെയൊക്കെ മുതിർന്നവരായ സ്ത്രീകൾ ചെയ്തിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള തരണം ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ അത്രയൊന്നും നമ്മളൊന്നും തരണം ചെയ്യേണ്ടി വരുന്നില്ല. സോ അതിനർത്ഥം മാറുന്നുണ്ട്. there is a change happening. കാലം മാറുന്നുണ്ട്, പക്ഷെ it is very slow and it is not going to happen overnight. ഇത് ഒരു patriarchal society ആണ് and it will take its own time for ഈ ഒരു ചേഞ്ച് മാറി എന്ന് നമ്മൾ ഇതിവിടെ സംസാരിക്കാതിരിക്കുന്നതോ, എന്ന് ഇതിവിടെ ഒരു ചോദ്യമാകാതിരിക്കുന്നതോ, അന്ന് മാത്രമാണ് നമ്മൾ ആ ഒരു നിലയിൽ എത്തി എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുക. ഇല്ലാത്ത പക്ഷം ഇത് സമൂഹത്തിലുള്ളൊരു കാര്യം തന്നെയാണ്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഇത് അഡ്രസ് ചെയ്യുക. ഇത് അഡ്രസ് ചെയ്ത് എവറിത്തിങ് സീറോസ് ഡൗൺ ടു എ സിംഗിൾ ന്യൂക്ലിയർ ഫാമിലി. അതായത് നമ്മളെല്ലാവരും ഒരു കുടുംബം എന്ന രീതിയിൽ നിന്നും മൾട്ടിപ്പിൾ കുടുംബമായി അതൊരു സൊസൈറ്റിയായി ബിഗർ കളക്റ്റീവ്. സോ ബ്രിങ്ങിങ് ഡൗൺ അതിന് മൈക്രോ ഡീറ്റെയിലിൽ പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഇക്വാലിറ്റി അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹ്യൂമൻ റെസ്പെക്ട് regardless of the factor whether you're a man or a woman, അത് വളർത്തിയെടുക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നീ ആണാണെങ്കിൽ പെണ്ണാണെങ്കിൽ നാളെ നിനക്കൊരു ആപത്തുണ്ടെങ്കിൽ നീ തന്നെ നിന്നെ രക്ഷിക്കണം എന്ന് അവരെ മനസ്സിലാക്കിപ്പിച്ച് അതിലേക്ക് അവരെ എക്വിപ്പ് ചെയ്യും. നോട്ട് ജസ്റ്റ് ബിക്കോസ് യു ആർ എ മാൻ, നോട്ട് ജസ്റ്റ് ബിക്കോസ് യു ആർ എ ബോയ്, ബട്ട് ഓൾസോ ബിക്കോസ് ദിസ് ഇസ് നീഡഡ് ഫോർ എവറി സിംഗിൾ പേഴ്സൺ. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സെക്യൂരിറ്റി, ഇതെല്ലാത്തിനെയും റെസ്പോൺസിബിലിറ്റി ആദ്യം നമ്മൾ എടുക്കണം. ഒന്ന്, അത് നമ്മൾ ചെയ്യുന്നുണ്ടോ, അതിലേക്കുള്ള ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. രണ്ട്, ഇതിനെ നമ്മൾ ആസ് എ ഫാമിലി, ആസ് എ മദർ, ആസ് എ പേരന്റ്, ആസ് എ സൊസൈറ്റി, ആർ വി എക്വിപ്പിംഗ് അവർ ചിൽഡ്രൻ ടു ബി ദാറ്റ് വേ എന്നുള്ളത്. മൂന്ന്, അപ്പൊ ഇതെല്ലാം കോറിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ചെറുതായി 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 ഓരോ വീടുകളിലും സംസാര വിഷയമായി അതിലേക്ക് ആക്ഷൻസ് മുന്നോട്ട് വന്ന് ആ ആക്ഷൻസ് മൂവ്മെന്റ് ആയി പിന്നെ മുന്നോട്ട് പോയി. അത് ഒരു കാലം അതിനെടുക്കും, പക്ഷെ there will be a time, ഒരു കാലഘട്ടം ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ മകൾ എന്നോട് പെൺകുട്ടി ആയതുകൊണ്ട് ഇന്ന സമയത്തിന് മുന്നേ ഞാൻ തിരിച്ചു വരണോ അമ്മ എന്ന് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല. എൻ്റെ മൈൻഡിൽ ആ ഒരു പേടി ഉണ്ടെങ്കിൽ പോലും ഞാൻ ആ കുട്ടി ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടില്ല. കാരണം ആ കുട്ടി മനസ്സിലാക്കണം, ആ കുട്ടി പെൺകുട്ടി ആയതുകൊണ്ടോ ആൺകുട്ടി ആയതുകൊണ്ടോ അല്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നതാണ് സേഫ്, പുറത്ത് പ്രോബബ്ലി അൺസേഫ് ആണ്, അല്ലെങ്കിൽ ഇതല്ല അതിൻ്റെ രീതി, അല്ലെങ്കിൽ ദിസ് ഇസ് ഐ വോണ്ട് ടു കീപ് മൈ സെൽഫ് സേഫ് എന്ന് ആ കുട്ടി ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഏതെങ്കിലും രീതിയിൽ നമ്മൾ സക്സസ്ഫുൾ ആകാൻ പറ്റും. അല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞ് നമ്മൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ്ലി there will be one person who will have to supervise you, and constantly you will have to play the victim, constantly you will have to play the docile one. അതല്ലല്ലോ നമുക്ക് വേണം. സോ ടെൽ യുവർ മദർ, എപ്പോഴും അമ്മയോട് പറയാം അമ്മ ഐ ആം സേഫ്. അതിനകത്ത് ഒരു മോശം വിചാരിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ്ലി പറയുമ്പോഴത്തേക്കും ഷീ വിൽ ഫീൽ കോൺഫിഡൻറ്റ്. ഷീ വിൽ ഫീൽ കോൺഫിഡൻറ്റ്. ഓക്കെ, എൻ്റെ മകൾ എന്നെ നോക്കും. എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം എപ്പോഴാണ് അറിയോ? എൻ്റെ മകള് അവളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്, അമ്മ ഐ ആം സേഫ്. ഞാൻ അങ്ങോട്ട് വിളിക്കുന്നതിന് മുന്നേ ആ കുട്ടി എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ച് പറയുമ്പോഴാണ് ഷീ ഈസ് റെസ്പോൺസിബിൾ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഇപ്രാവശ്യം why don't you for a change call that side, call your mother that side and say അമ്മ ഞാൻ NCC ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ടോ, ഇന്ന് ഇത്ര ലേറ്റ് ആയി, even before she expects it. Do you understand? So I think ഇതൊരു ഈ മാറ്റം, ഈ ഒരു ഡിവിഷൻ, ആൺപെൺ വ്യത്യാസം, ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഉള്ളതാണ്. അപ്പൊ അത് നമ്മൾ കണ്ണടച്ച് യു കാൺ ടേൺ എ ബ്ലൈൻഡ് eye and a deaf ear to all this. This is there, address it, but face it, you can overcome it. അത് ആ ഒരു മാറ്റമൊക്കെ നടക്കുകയാണ്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമുക്കെല്ലാം സന്തോഷിക്കാം. ഈ മാറ്റത്തിന്റെ കാലഘട്ടത്തിലെ ഭാഗമാണ് നമ്മളെല്ലാവരും എന്ന് ആലോചിച്ച് നമുക്ക് സന്തോഷിക്കാം. I think it was a very serious question. All of you have only serious questions for me. I'm not done. കാരണം എനിക്ക് ഇത്തിരി വേണം തരുമോ? ഒറ്റ മിനിറ്റ്. Hi Sonia. My question is,
How to start a business in Vipin? വൈപ്പിനോ? Yeah. How to start a business and how to start a business in Vipin. Next to my house ഒന്നും കൂടെ ഉണ്ടോ? ഷോപ്പൊന്നും ഇല്ല ഇപ്പൊ. So I want to know. എന്താണ് സച്ചിനാലേ പേര്? Sonia. സോണിക്ക് എന്താണ് ഇഷ്ടം? കേക്ക്, ചോക്ലേറ്റ്സ് ബിസിനസ്. അതിന് സോണിക്ക് എന്തിനാ കട? സോണിയുടെ വീട്ടിൽ തന്നെ ഗംഭീരമായിട്ട് ചെയ്യാലോ. ആ അതെ, മീര അല്ലെ, മീര മുമ്പിൽ തന്നെ ഉണ്ട്, ഒരാളുണ്ട്. നല്ല എന്നെക്കാളും നന്നായി പ്രോബബ്ലി മീര അതിനുള്ള ഗൈഡൻസ് തരുമായിരിക്കും. പക്ഷെ ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു വ്യക്തിയല്ല. എനിക്ക് ആഗ്രഹം കൊണ്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ സംരംഭം തുടങ്ങിയത്. പക്ഷെ പറയുമ്പോൾ സന്തോഷത്തോടു കൂടിയും കൃതജ്ഞതയോടു കൂടിയാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഞാൻ മൈ സ്റ്റേറ്റസ് ഇൻ ദ സൊസൈറ്റി, അതായത് കല്യാണം കഴിഞ്ഞ് ഒരു സെലിബ്രിറ്റി ഫാമിലിയിലായതുകൊണ്ടും സിനിമാ കുടുംബമായതുകൊണ്ടും സ്വാഭാവികമായി അത് എന്താ പറയുക, സാധാരണ ഒരു സ്ത്രീ ചെയ്യുന്നതിലും പ്രോബബ്ലി കൂടുതൽ പബ്ലിസിറ്റിയും കൂടുതൽ റെക്കഗ്നേഷനും അതിന് കിട്ടിയിട്ടുണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, നമ്മളെല്ലാവരും ഇവിടെയും കറങ്ങി തിരിഞ്ഞ് ഞാൻ വരുന്നത്, ഞാനൊരു ബിസിനസ് സംരംഭം തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചാൽ ഒരു ആക്ച്വൽ ഓൺടർപ്രണറുടെ രീതിയിൽ, ഒരു ബിസിനസ് വുമന്റെ രീതിയിൽ ഞാൻ ഇന്നേ വരെ ഞാൻ എൻ്റെ ബിസിനസ് കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നേരം എനിക്കൊരു 12 സ്റ്റോഴ്സ് നേരെ ഉണ്ടായി ഇവിടെ ഒന്നും വന്നിരിക്കാൻ സമയം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴും ഞാൻ അതിൻ്റെ പാഷനായിട്ട് തന്നെയാണ് ഫോളോ ചെയ്തത്. ഓക്കെ, എൻ്റെ താല്പര്യം അതാണ്. ഞാനത് തുടങ്ങിയത് ഒരു പാഷനായിട്ടാണ്. അത് എന്ന് എൻ്റെ പാഷൻ എൻ്റെ ഉള്ളിൽ ഇല്ലാതാവുന്നു, അത് വേണ്ടാന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ട്. I go by my heart. അപ്പോൾ that's exactly what I'm trying to say is, what is it that you want to do? You want to do a business. അപ്പം എന്താണ് കുട്ടിയുടെ വിഷൻ? ബിസിനസ് കാരണം സ്വയം പര്യാപ്തത വളർത്തിയെടുത്ത് അവനവൻ്റെ കാലിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒന്ന്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. രണ്ടാമത്തത്, ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുട്ടിക്ക്, ഇഫ് നോട്ട് ഫോർ ദ മണി, ഫിനാൻഷ്യൽ ഹാപ്പിനെസ് അല്ലാതെ, വാട്ട് ഈസ് ദി അതർ ഹാപ്പിനെസ് ദാറ്റ് യു ഗെറ്റ്? ആർ യു ഗെറ്റിംഗ്